ധോണി ബൂസ്റ്റ് കുടിച്ചിട്ടാണ് എല്ലാ ദിവസവും വന്ന് കളിക്കുന്നതെന്ന്. ധോണി ബൂസ്റ്റ് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് രാവിലെ ഹോർലിക്സ്, ഉച്ചയ്ക്ക് ബൂസ്റ്റ്, വൈകുന്നേരം കോംപ്ലാൻ അല്ല. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കല്യാണിമയം എവിടെയും തീരുന്നില്ല. കല്യാണി പൂർവാധിക ശക്തിയോടുകൂടി ചുരിദാറുമായിട്ട് ഇറങ്ങി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതില് എന്തൊക്കെയോ നല്ല ഒരു ക്യാപ്ഷനൊക്കെ ഞാൻ കണ്ടിരുന്നു. കൊള്ളാം, പുള്ളിക്കാരത്തെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിന്റെ വീഡിയോന്റെ താഴെ ഫോളോവേഴ്സ് ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ലേ. എല്ലാം പോസിറ്റീവായിട്ടുള്ള കമന്റ്സും സബ്സ്ക്രൈബേഴ്സിന്റെ സ്നേഹങ്ങളും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കല്യാണിക്ക് പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർത്ത രംഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹെലൻ ഓഫ് സ്പാർത്ത കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും സാധാരണക്കാരായി നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഹെലൻ ഓഫ് സ്പാർത്ത പറയുന്നത്. ആള് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഈ പ്രൊമോഷൻസ്, ഈ അഡ്വർടൈസ്മെന്റ് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, ഇപ്പൊ പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ട് ആരും പറയുന്നില്ല നിങ്ങളിത് കമ്പൽസറി ആയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന്. ആരുടെയും വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞോ പറയുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി. ഇങ്ങനെയാണ് ഹെലൻ ഓഫ് സ്പാർത്ത പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് ആ സാധനം വേണമെങ്കിൽ മേടിച്ചാൽ മതി, അല്ലാണ്ട് ആരും നിങ്ങളെ കമ്പൽ ചെയ്യുന്നില്ല. ഇങ്ങനെയാണോ നടക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു പ്രൊഡക്റ്റ് അവര് റിവ്യൂ ചെയ്ത് അവര് സാധനം യൂസ് ചെയ്തിട്ട് അവർ ഒരു ഫേക്ക് പ്രോമിസ് ആണ് തരുന്നത്. ഇത് കൊണ്ട് നിങ്ങൾ തേച്ച് നിങ്ങളുടെ ടാൻ 100% ആയിട്ട് മാറും. അതൊരു പ്രോമിസ് അല്ലേ? അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നല്ലേ? ഈ ഹെയർ ഓയിൽ തേച്ചാൽ നിങ്ങളുടെ മുടി ഉപ്പൂച്ച് വളരും, അങ്ങനെയല്ലേ പറയുന്നത്? അതൊരു ഫേക്ക് പ്രോമിസ് അല്ലേ? അല്ലാണ്ട് ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇത് വാങ്ങി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ചോറുണ്ടെന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഹെലൻ പറയുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസസിന് മാത്രം ബാധകം, ഫിലിം സ്റ്റാർസിനൊന്നും ഇത് ബാധകമല്ല? ബൂസ്റ്റ് കുടിച്ചിട്ടാണോ ധോണി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്? കിവി ഐസ്ക്രീം കഴിച്ചിട്ടാണോ ലാലേട്ടൻ എന്നും ഉറങ്ങാൻ പോകുന്നത്? പിന്നെന്താ? അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഹെലൻ ഓഫ് സ്പാർത്ത പറയുന്നത്. പുള്ളിക്കാരത്തിക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഇപ്പോ ഈ ആക്ടേഴ്സിനും ഒരുപാട് പേർക്കും പണി കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങി എനിക്കിത് വർക്ക് ആയിട്ടില്ല, ഇവര് പറയുന്ന പോലെ സാധനം ഒന്നും ഇതിനകത്ത് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ആ കമ്പനിക്കും, ഇപ്പോൾ ആ കമ്പനിക്ക് മാത്രമല്ല അതിനെ ആക്ട് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്ത ആക്ടേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും വരെ അത് പ്രശ്നമാണ്. അവർ വരെ അതിനുള്ള കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊന്നും ഹെലന് കറക്റ്റ് അറിയുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ അനൂപ് മേനൻ, അങ്ങനെ ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുള്ള എൻ്റെ അറിവുണ്ട്. അനൂപ് മേനനൊക്കെ ധാത്രി ഹെയർ ഓയിലിൻ്റെ ആയിരുന്നു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. അത് തേച്ചിട്ട് മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉപഭോക്താവ് പോയിട്ട് കേസ് കൊടുത്തു. അതിന്റെ പേരിൽ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അനൂപ് മേനനും ധാത്രിക്കും. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ നമ്മുടെ ഈ ഉപഭോക്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ചില്ലറക്കാരൊന്നും അല്ല, അവർക്ക് നല്ല റൈറ്റ്സ് ഉണ്ട്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം നമുക്ക് വർക്ക് ആയിട്ടില്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാൻ നമുക്ക് നല്ലോണം റൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, നല്ലതായിരിക്കും. പിന്നെ ഈ കാര്യങ്ങളൊന്നും ആക്ടേഴ്സിന് മാത്രമല്ല കേട്ടോ ബാധകമായിട്ടുള്ളത്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ഇൻഫ്ലുവൻസേഴ്സിനും അത് ബാധകമാണ്. അത് എടുത്തു പറയുന്നുണ്ട്. ആക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളത് കറക്റ്റ് അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്ന എല്ലാവരും സൂക്ഷിച്ചു കൊണ്ടൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ടൊന്ന് എന്താ പറയാ, ഒന്ന് കംപ്ലൈന്റ് ചെയ്ത് അവിടെ തീരും കാര്യങ്ങൾ. ലാക്സ് ആൻഡ് ലാക്സ്. ഇപ്പൊ ഒരാള് അറക്ക സംഖ്യയൊക്കെ അല്ലേ എന്താ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയത്, അതുപോലെ തന്നെ അറക്ക സംഖ്യയൊക്കെ കൊടുക്കേണ്ടി വരും ഒന്ന് ഊരിപ്പോരണമെങ്കിൽ. ഇപ്പൊ ഞാൻ അനൂപ് മേനന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്താണെങ്കിൽ കറക്റ്റ് പറയുന്നുണ്ട്, for Malayalam actor Anup Menon and Dhatri Ayurveda for a misleading advertisement that promised lush hair growth within 6 weeks. Sorry. പക്ഷെ ഇത് അനൂപ് മേനൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പുള്ളിക്കാരനും പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പുറത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹെലൻ പറയുന്ന മറ്റേ ധോണി ബൂസ്റ്റിന്റെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ധോണി ബൂസ്റ്റ് കുടിച്ചിട്ടാണ് എല്ലാ ദിവസവും വന്ന് കളിക്കുന്നതെന്ന്. ധോണി ബൂസ്റ്റ് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് രാവിലെ ഹോർലിക്സ്, ഉച്ചയ്ക്ക് ബൂസ്റ്റ്, വൈകുന്നേരം കോംപ്ലാൻ അല്ല. ഇവിടെ ചില ആൾക്കാർ രാവിലെ ഡെർമഡോക്ക്, ഉച്ചയ്ക്ക് ഡെർമ, വൈകുന്നേരം മെമാർത്തോ സാധനം, അങ്ങനെ ചെയ്യുന്നവരാണ്. അവർക്കെതിരാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇതുപോലത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ കൊലാബ് ചെയ്യാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈസൻസോ വേണമെന്ന് നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സർക്കാരൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യും? തീർന്നില്ല കാര്യം അവിടെ. പ്ലസ് ഇതിനൊരു എന്താ പറയാ പേയ്മെന്റ് കൂടെ ഇല്ലെങ്കിലോ തീർന്നു. അന്നേരം പിന്നെ ആരും വല്ല ഇതാണ് ഡെർമ, ഇതാണ് മെമാരത്തൊന്നും പറഞ്ഞിട്ട് ആരും വരത്തില്ല. ആർക്കും പിന്നെ ഒന്നും വേണ്ട. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഹെലൻ എന്തായാലും ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുള്ളതായിരിക്കും. കാരണം ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ആക്ടേഴ്സും ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കൺസ്യൂമർ കോർട്ട് എന്ന് പറഞ്ഞ സാധനം വെറുതെ അവിടെ ഇരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗൈസ്, നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ.